ഹായ് ഹലോ മിഷേനി ഹിയർ. നമ്മൾ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായിരുന്നു. ഇനിയും മുന്നോട്ട് വീഡിയോസ് ഉണ്ടാവും എന്നറിയില്ല. ഗ്യാപ്പ് ഇട്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നോക്കാം. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്ക് അവർ നിങ്ങളെ മറന്നോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മളൊരു 9 കാർഡ് ഷഫിൾ ചെയ്തിട്ടുള്ളത്. ഇത് ലെനോർമൺ കാർഡുകളാണ്. അപ്പോൾ ഇതിൽ സെൻട്രൽ വന്നിട്ടുള്ള കാർഡുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൻ്റെ റീഡിങ്സ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ചിന്തിച്ച് വേണമെങ്കിൽ ഈ വീഡിയോ കാണാം. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബ്രേസ്ലെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്, പലതരം കാര്യങ്ങളൊക്കെ ഉള്ളത്. വണ്ണം കൂട്ടാൻ, വണ്ണം കുറയ്ക്കാൻ, ബ്ലാക്ക് മാജിക് ഇല്ലാതെയൊക്കെ, പണം ആകർഷിക്കാൻ വേണ്ടിയിട്ട്, പ്രണയം ആകർഷിക്കാൻ, കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട്. ഇതൊക്കെ വിശ്വാസമുള്ളവർ യൂസ് ചെയ്താൽ മാത്രമാണ് കാര്യമുള്ളത്. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. അത് നിങ്ങളെ സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം, നിങ്ങൾക്കൊരു ഗൈഡൻസ് തരലാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എടുത്തിട്ടുള്ള 9 കാർഡുകളാണ്. ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത് കാവലിയർ ആണ്. അതേപോലെ സെക്കൻഡ് കാർഡ് ഹാർട്ടാണ് വന്നിട്ടുള്ളത്. തേർഡ് കാർഡ് വന്നിട്ടുള്ളത് ഗാർഡൻ ആണ്. 4ാമത്തെ കാർഡ് ആങ്കർ ആണ്. സെൻറ്ററിലെ കാർഡ് വന്നിട്ടുള്ളത് ചൈൽഡ് ആണ്. 6ാമത്തെ കാർഡായിട്ട് വന്നിട്ടുള്ളത് സൺ. 7ാമത്തെ കാർഡ് ക്ലോവർ ആണ്. 8ാമത്തെ കാർഡ് ക്രോസ് ആണ്. 9ാമത്തെ കാർഡ് ഹൗസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയ ഈ 9 കാർഡുകൾ എങ്ങനെയാണ് അവർ നിങ്ങളെ മറന്നോ എന്നൊരു ടോപ്പിക്കിൽ എന്താണ് വരുന്നത് നോക്കാം. അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോഴും നിങ്ങളോട് വളരെ നിഷ്കളങ്കമായ ഒരു സ്നേഹം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിത്തം നിറഞ്ഞ ഒരു വാശി അവരിലുണ്ടായേക്കാം. അവർ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഒരുപാട് സന്തോഷം നൽകിയിരുന്നു. ആ പഴയ സന്തോഷം അവരിപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ സ്നേഹം സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഹാർട്ട് കാർഡ് വന്നിട്ടുണ്ട്, സൺ വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും സത്യസന്ധമാണ്. രഹസ്യങ്ങളൊന്നും തന്നെ അവർ ഒളിച്ചു വെക്കുന്നില്ല എന്ന് പറയാം. ഒരു സൂര്യപ്രകാശം പോലെ എല്ലാം വ്യക്തമാണ്. ക്രോസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിലുണ്ടായ വിള്ളൽ അവർക്ക് വലിയൊരു മാനസിക ഭാരമായിട്ട് മാറുന്നു എന്നാണ്. അവർക്കതിൽ ഒരു വിഷമമുണ്ട്, കുറ്റബോധമുണ്ട്. പക്ഷേ അവരത് പുറത്ത് കാണിക്കാത്തതായിരിക്കാം. അവർ തിരികെ വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു വാർത്ത അല്ലെങ്കിൽ ഒരാളുടെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആങ്കർ കാർഡ് സ്ഥിരതയെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ തിരികെ വരാനും അതുപോലെ തന്നെ ഈ ഒരു ബന്ധം ദീർഘകാലം നിലനിൽക്കാനും സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. റീയൂണിയൻ സംഭവിക്കുമോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതൊരു പക്ഷെ കണ്ടുമുട്ടുന്നത് ഒരു പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഇടപെടലിലൂടെയോ ആയിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടുന്നത്. ഇതേപോലെ തന്നെ ഒരു ഭാഗ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സൺ കാർഡ് വരുന്നതുകൊണ്ട് മേ ബി ഒരു പകൽ സമയമോ അല്ലെങ്കിൽ ഒരു വേനൽക്കാലത്തോ ഇത് സംഭവിക്കാമെന്നാണ് പറയുന്നത്. റീയൂണിയൻ്റെ സാധ്യത അത് തുടങ്ങുന്നത് ഒരു പക്ഷേ ഒരു സന്ദേശത്തിലൂടെയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു കണ്ടുമുട്ടലിലൂടെയോ ആയിരിക്കാം റീയൂണിയൻ തുടങ്ങുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തുടങ്ങിയ ഒരു പ്രണയമായിരിക്കാം, ഒട്ടും പ്രതീക്ഷിക്കാതെ. നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ബന്ധം മറ്റുള്ളവർക്കും അറിവുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്നാണ് ഈ ഒരു ബന്ധം തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ കാണുന്നത് ഇപ്പോഴും വളരെ നിഷ്കളങ്കമായ ഒരു വ്യക്തിത്വമായിട്ടാണ്. കാരണം ഈ ഒരു ബന്ധത്തിൽ എന്താ പറയുക, ഒരു പുനരാരംഭം അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആങ്കർ കാർഡ് വരുന്നുണ്ട്. അവരെ നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും സുരക്ഷിതമായ ഒരു സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഒരു വികാരം വളരെ പോസിറ്റീവാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് തോന്നുന്നത്, അല്ലാതെ വെറുപ്പല്ല. ഭാവി പറ്റി പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു മാനസിക വിഷമം പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്നാണ് പറയുന്നത്. ഒരു ഭാഗ്യകരമായിട്ടുള്ള ഒരു മാറ്റത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ബന്ധം വിവാഹത്തിലോട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നതിലേക്കോ മാറാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്.
അവരൊന്നും മറച്ചു വെക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. സൺ കാർഡ് മധ്യനിരയിൽ വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും തെളിമയുള്ളതാണ്. പക്ഷേ ക്രോസ് കാർഡ് സൂചിപ്പിക്കുന്നത് അവരനുഭവിക്കുന്ന ആ മാനസിക വിഷമം നിങ്ങളോട് തുറന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകും എന്നാണ് പറയുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളിൽ തന്നെ ഒരു റീയൂണിയനിലുള്ള ഒരു സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ട ഒരു പൊതു സ്ഥലത്തോ വെച്ചോ ആയിരിക്കാം ഇത് വീണ്ടും ഒന്നിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ചൈൽഡ് കാർഡ് വരുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മാർത്ഥമായിട്ടുള്ളൊരു സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഓർക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു പഴയ ആവേശം തോന്നുന്നുണ്ട്. ഒരു കുട്ടി എന്താ പറയുക, തൻ്റെ ഒരു കളിപ്പാട്ടത്തിനോട് കാണിക്കുന്ന അമിതമായിട്ടുള്ള ഒരു ഇഷ്ടം പോലെ അവർക്ക് നിങ്ങളോട് വളരെ പ്യുവറായിട്ടുള്ള ഒരു അടുപ്പമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്നാണ്. ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്നും അത് വളരെ കാലം നിലനിൽക്കുന്ന ഒന്നായി മാറുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ആങ്കർ കാർഡ്. ചിലപ്പോൾ ഇവരുടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ഫോൺ കോളോ മെസ്സേജോ ആയിരിക്കാം വരുന്നത്. അത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒന്നായിരിക്കാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം. കാരണം ഈ ഒരു ബന്ധം ഒളിച്ചു വെക്കേണ്ട ഒന്നല്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ക്രോസ് കാർഡ് കാണിക്കുന്നത് അവർക്ക് ഈ ഒരു വേർപിരിയൽ ഒരു ശിക്ഷ പോലെ അനുഭവിക്കുന്നു എന്നാണ്. ഞാൻ എന്തിന് അങ്ങനെ ചെയ്തു എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു കുറ്റബോധം അവർക്കുള്ളതായിട്ട് പറയുന്നുണ്ട്. അവർ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു റീസെറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈഗോ മാറ്റിവെച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 9 കാർഡുകൾ നൽകുന്ന സൂചന ഒന്ന് മാത്രമാണ്: പ്രതീക്ഷ കൈവടിയാതിരിക്കുക. ചൈൽഡ് കാർഡ് മധ്യത്തിൽ വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരു പുനർജന്മം സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ക്രോസ് നൽകുന്ന വിഷമങ്ങൾ താൽക്കാലികം മാത്രമാണ്. സൺ നൽകുന്ന വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഉടനെ തന്നെ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ നിങ്ങളെ മറന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ളത് ജനറൽ റീഡിംഗ് ആണ്. ഈ കാർഡുകൾ പ്രകാരം ഇതൊക്കെയാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. റീഡിങ് അതേപോലെ തന്നെ ബ്രേസ്ലെറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനെ.